ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 81 ശ്ലോകം 3-4. തത്ര ക്രീഡന്നപി ജയമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമഃ ഖാണ്ഡവ പ്രീണിതാഗ്നിഃ ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവപൈതൃഷ്വസേയീം രാജ്ഞാം മധ്യേ സപദി ജഹൃഷേ മിത്രവിന്ദാമവന്തീം. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനാം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിൻ നിമേഷാത്. ഭദ്രാം നാമ പ്രദദുരഥത്തെ ദേവ സന്ദർദനാദ്യാസ്തത്സോദര്യാ വരദ ഭവദ സാപി പൈതൃഷ്വസേയീ. തത്ര ക്രീഡൻ അപി ച യമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരം അഗമഃ ഖാണ്ഡവ പ്രീണിത അഗ്നിഃ ഭ്രാതൃത്രസ്താം പ്രണയവിവശാം ദേവ പൈതൃഷ്വസേയീം രാജ്ഞാം മധ്യേ സപദി ജഹൃഷേ മിത്രവിന്ദാം അവന്തീം. സത്യാം ഗത്വാ പുനഃ ഉദവഹഃ നഗ്നജിത് നന്ദനാം താം ബദ്ധ്വാ സപ്ത അപി ച വൃഷവരാൻ സപ്തമൂർത്തിഃ നിമേഷാത്. ഭദ്രാം നാമ പ്രദദുഃ അഥ തേ ദേവ സന്ദർദന ആദ്യാഃ തത് സോദര്യാഃ തത്സോദര്യാഃ വരദ ഭവതഃ സാ അപി പൈതൃഷ്വസേയീ. പദം. ഹരേ കൃഷ്ണ. അഷ്ടമഹിഷി വിവാഹം ரொம்ப പ്രസിദ്ധമാക്കും ശ്രീകൃഷ്ണനോട്. അതിൽ രുക്മിണി വിവാഹം പാത്താച്ച്, ജാമ്പവതി വിവാഹം പാത്തോ, സത്യഭാമ വിവാഹവും പാത്തു. 3 കഴിച്ച് മീതിയിരിക്കപ്പെട്ട 4 വിവാഹമാക്കും ഇത് 2 ശ്ലോകത്തിലെയാ ചൊല്ലപ്പെട്ടത്. ഒന്ന് കാളിന്തി, അടുത്ത മിത്രവിന്ദ, അതുക്കടുത്തത് സത്യ, അടുത്തത് ഭദ്ര. ഇത് 4 വിവാഹമാക്കും 3-4 ശ്ലോകങ്ങളിൽ നമ്മൾക്ക് പാക്കലാം. അതുക്കപ്പുറം ലക്ഷ്മണാവോട് വിവാഹം 5ാം ശ്ലോകത്തിൽ 16,100 സ്ത്രീകളെ പത്നിയാ സ്വീകരിച്ചത്. അതിക്ക് അടുത്ത ശ്ലോകത്തിലെയും പാക്കലാം. അപീച്ച തത്ര ക്രീഡൻ യമുനാകുലദൃഷ്ടാം താം കാളിന്ദീം ഗൃഹീത്വാ. ബലരാമനും സത്യഭാമയും കൂട്ടിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലെ കൊഞ്ഞ നാളേക്ക് കഴിഞ്ഞ അപ്പടിന്ന് വലി ചൊന്നാല. അന്ത സമയത്തില് ഇന്ദ്രപ്രസ്ഥത്തിലിരിക്കത്തെ ഒരു നാളേക്ക് അർജുനെയും കൂട്ടിന്ത് ഭഗവാൻ യാത്ര പോനാർ. യാത്ര പോലത്തെ യമുനയോട് തീരത്തില് ഇത് കേൾക്കും മൃഗയ നായാട്ടുക്കേക്കും പോനത്. അപ്പോൾ പോന സമയത്തില് അങ്ങ് ഒരു സ്ത്രീ ഒക്കെ അന്ന് തപസ് ചെയ്തിരുന്ന സൂര്യനെ പാത്ത് തപസ് ചെയ്യറ. അപ്പോൾ ഉടനെ പാത്തപ്പോൾ അർജുനക്ക് എത്ര കല്യാണം പണിക്കല രാജാവല്ലുവ. അപ്പോൾ പോയിട്ട് നീ ആര് എന്നെ ഇതെന്നെല്ലാം കേൾക്കാത്ത ചൊറ ഞാൻ കാളിന്തിയാക്കും, ഞാൻ തപസ് പണ്ണറൻ സൂര്യന് എനിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ പതിയാ കടയ്ക്കണം അപ്പടിന്നാക്കും ആഗ്രഹം അപ്പടിന്ന് ചൊല്ലി അങ്ക വെച്ച് കാളിന്തി വിവാഹം നടക്കരുത്. 2 പേരാ മൃഗയ കാട്ടുക്ക് പോന്, 3 പേരായിട്ട് തിരുമ്പി വന്ന. അപ്പം അത് കഴിഞ്ഞ് അന്തസമയത്തിലേക്ക് ഖാണ്ഡവ ദഹനം നടക്കപ്പെട്ടത്. அதுக்கு அர்ஜுனை சகாயிப்பர் பகவான் கிருஷ்ணன். அப்போ அந்த காட்டு தீ
எரிஞ்சு அது அக்னிக்கு ரொம்ப அஜீர்ணமாக இருந்ததுதான். அப்போ அந்த சமயத்தில் அக்னிக்கு ஜீர்ணமாகிறதுக்காக வேண்டி அந்த காண்டவத்தை இது பண்ணுறான். அந்த சமയത്തിലേക്ക് ഭഗവാൻ ശങ്കരനും പാർവതി ദേവിയുമാ വരുക. വന്നിട്ട് അർജുനക്ക് വരമെല്ലാം കൊടുപ്പാം. അപ്പടി കാളിന്തി വിവാഹം. ഖാണ്ഡവ പ്രീണിതാഗ്നി നഗരം അഗമഹ. ഖാണ്ഡവ ദാഹനം പണി തിരുപ്പി ദ്വാരയ്ക്ക് വന്നാം. ദേവ ഭ്രാതൃത്രസ്താം പ്രണയവിവശാം പൈതൃഷ്വസേയീം അവന്തീം മിത്രവന്താം. അത് കഴിഞ്ഞ് ഭഗവാൻ അപ്പാവോട് സഹോദരി ഭർത്താവാക്ക അവന്തി രാജ. അന്ത അവന്തി രാജാവിലുള്ള രാജാതിദേവി ചൊല്ലിയിട്ട് വസുദേവരോടൊരു സഹോദരി. അന്ത സഹോദരിയോട് പൊണ്ണാക്കും മിത്രവിന്ദം. അവളെ സഹോദരന്മാരെല്ലാവരും കൂടി ദുര്യോധനക്ക് വിവാഹം പണി കൊടുക്കണം അപ്പടിന്ന് നനച്ചിരുന്ന. വിന്ദനും അനുവിന്ദനുമാക്കും എന്താ ഭദ്രാവോട് സഹോദരികൾ. അവ இந்த மாதிரி ദുര്യോധനക്ക് വിവാഹം പണി കൊടുക്കണം എന്ന് നിனைக்கிறத ദേവ ഭ്രാതൃത്രസ്താം പ്രണയവിവശം. ഭഗവാനിലുള്ള പ്രണയം കാരണം പൈതൃഷ്വസേയും അവന്തിയും മിത്രവിന്ദ. അപ്പാവോട് സഹോദരിയോട് പൊണ്ണും അവന്തി നഗരത്തിലുള്ള രാജകുമാരിയും ആണ്. രാജ്ഞാം മധ്യേ സപതി ജഹൃഷി. എല്ലാ രാജാക്കന്മാരും ഇരിക്കർത്ത് அதுக்கு நடுவுலேருந்து எப்படி ருக்மிணியை ஹரணம் பண்ணின்னு வந்தாரோ அதே மாதிரி ഭഗവാൻ ഭദ്രയെയും രാക്ഷസവിധി പ്രകാരം സ്വീകരിച്ചാർ அப்படின்னு சொல்கிறேன். ആരെല്ലാം ഭഗവാനെ മനസ്സാ ഭഗവാനെ എന്നോടാക്കും നാം ഭഗവാന്റെ എത്തിച്ചേരണം എന്ന് നിனைக்கிற ആൾക്കെല്ലാം കൃഷ്ണനെ കടയ്ക്കും. അന്നേക്കും ഇന്നേക്കും അപ്പടിത്താൻ சொல்கிறேன். ഇന്നേക്കും നമ്മൾ കൃഷ്ണനെ ശരണാഗതി പ്രാപിച്ചിട്ടുണ്ടാന കൃഷ്ണർ നമ്മളെ സ്വീകരിപ്പർ அப்படின்னு சொல்கிறேன். പുനഃ ഗത്വാ സപ്ത അപി വൃഷവരാൻ സപ്തമൂർത്തിഃ നിമേഷാത് ബദ്ധ്വാച. അടുത്ത വിവാഹം നാഗ്നജിതി. സത്യാന്നും പേരുണ്ട്, നാഗ്നജിതി എന്നും പേരുണ്ട്. നാഗ്നജിത് ചൊന്ന രാജാവോട് പൊണ്ണാനാലേയാക്കും നാഗ്നജിതി ചൊറ. നാഗ്നജിന്നന്ദനാം താം സത്യാം ഉദവഹ. നാഗ്നജിത്തോട് പുത്രിയാന സത്യയ വിവാഹം പണിന്താർ. ഉദവഹ വിവാഹം പണിന്താർ. അതെപ്പടി? അത് ഒരു പൊണ്ണ് എന്നോട് പൊണ്ണ് ആർക്ക് കല്യാണം பண்ணி கொடுப்பேனோ அந்த ஆள் ரொம்ப வீரனாയിരിക്കണം, அப்படிയുള്ള ആൾക്ക് താൻ കല്യാണം பண்ணி கொடுப்பேன்னு നജിത്തുങ്കര രാജ നനച്ചിരുന്നത്. കോസലത്തും കിട്ടക്കേക്ക്. അപ്പോൾ അന്ത കോസല രാജനാക്ക് അവരിരിക്കെ എന്നെ നനച്ചിരുന്ന 7 പെരിയ കാളകൾ, കൂറ്റൻ കാളകൾ. 7 കാളകളെയും ഒരേ സമയം ആര് പിടിച്ചു കെട്ടുവാളോ അന്ത പരീക്ഷയിൽ ജയിക്കപ്പെട്ട ആൾക്ക് താൻ എന്നോട് പൊണ്ണ് വിവാഹം പണി കൊടുപ്പേൻ. ഇതായിരുന്നത് പന്തയം. പല ആളുകളും പാപ്പാള പാക്കത്തെ ഒരു കാളയെ പിടിച്ച് കെട്ടറത്തുക്കുള്ള ശക്തിയെല്ലാം ഉണ്ടാവും എല്ലാവർക്കും. ഒരെണ്ണത്തെ കെട്ടറത്തുക്കുള്ള മറ്റേത് കുത്തിപ്പോട്ടിടുന്നു. ഒരേ സമയം 2 എണ്ണത്തെ വരെയുള്ള ആളുകൾ ട്രൈ പണി മെരിക്ക പാത്തിരിക്കണം. അതുക്കുള്ള ബാക്കി 5 എണ്ണം ഇത് ആളെ കുത്തിപ്പോട്ടിടുന്നു. ഭഗവാൻ ഇങ്ങനെ ഇതായിരുന്ന 7 രൂപം ഒരേ സമയത്തിൽ എടുത്ത് 7 കൃഷ്ണന്മാരാ നിന്നത് നിമിഷ നേരം കൊണ്ട് നിമേഷാത് ബദ്ധ്വാച്ച. നിമിഷ നേരം കൊണ്ട്
സപ്തമൂർത്തി அந்த 7 കാളുകളെയും പിടിച്ചു കെട്ടിനാർ. ഒരേ സമയം വിവിധ രൂപം എടുക്കപ്പെട്ട ആളാക്കും കൃഷ്ണൻ. എപ്പിടി ഇത്രയും വിവാഹമെല്ലാം കഴിക്കപ്പറ്റത് ചൊന്നാൽ ഒരേ സമയം എത്രയോ ആളായിട്ട് അങ്ങ് ഇരിക്കപ്പറ്റി. നമുക്ക് കാണലാം അത് ഭഗവാന് അവിടെ ജീവചര്യ എപ്പിടിയാക്കുന്നു ഇല്ലേ. നാരദർ വന്ന് പാപ്പൻ ഒവ്വൊരു ആത്തിലെ പുറത്തേയും ഒവ്വൊരു വേല പണിന്തിരിപ്പാർ ഭഗവാൻ. അപ്പോൾ അന്ന മാതിരി 7 രൂപം ഒരേ സമയം എടുത്ത് அந்த 7 കാളെയും പിടിച്ചു കെട്ടി നജ്ജിതിയോട് പൊണ്ണാന സത്യയെ വിവാഹം പണിന്താർ. അഥ ദേവ തേ ഭദ്രാം നാമ സന്ദർദനാദ്യാഹ തത്സോദര്യാഹ പ്രദദുഹു സാ അപി വരദ ഭവതഃ പൈതൃശ്വസേയി. ഇനി അടുത്ത വിവാഹം ഭദ്രയോട് വിവാഹമാക്കും. ഭദ്രയോട് സഹോദരന്മാർ സന്ദർദനാദ്യന്മാർ. അവ കേകയത്തോട് അധീശ്വരന്മാരുണ്ട്. കേകയത്തിലുള്ള രാജാക്കന്മാരുണ്ട്. കേകയ രാജാക്കന്മാര് എനിക്ക് തങ്ങളോട് സഹോദരിയ കൃഷ്ണനുക്ക് താൻ കല്യാണം പണി കൊടുക്കണം ചൊല്ലി അവാത്തിലേന്ത് വന്ന് ഇങ്ങ പയ്യനെ തേടി ഇങ്ങേന്ത് പോയി പൊണ്ണ പാത്ത് അപ്പടി നടന്ന ഒരേ ഒരു വിവാഹമാക്കും ഭദ്രാവോട് വിവാഹം. സഹോദരന്മാരാണ് സന്ദർദനാദ്യാഹ സന്ദർദന പ്രഭൃതികളാണ് സഹോദരന്മാർ ഭദ്രയെ വിവാഹം പണി കൊടുക്കറ. സാ അപി വരദ ഭവതഃ പൈതൃശ്വസേയി. இந்த ഭദ്ര வந்து വസുദേവരോട് ഇന്നൊരു സഹോദരിയോട് പൊണ്ണുകൂടി ആക്കും. അപ്പടി തന്നോട് സഹോദരി പൈതൃശ്വ ചെയ്യുന്ന അപ്പാവോട് സഹോദരിയോട് പൊണ്ണാന அந்த ഭദ്രയെയും വിവാഹം പണി അവളോടെല്ലാം ആഗ്രഹത്തെ മുഴുവനാക്കിനാർ കൃഷ്ണർ. அப்படின்னு ഹരേ കൃഷ്ണ.